എന്നെ മാനം കെടുത്താൻ പാവങ്ങളുടെ മാനം വിറ്റ് നീ പത്രം അറിയണേ. നിന്റെ തറവാട്ടിലെ തന്തയ്ക്ക് പറക്കാത്ത കാരണവന്മാരെ പണ്ടില്ലാത്ത പലിശയും കൂട്ടുപലിശയും ചേർത്ത് കാട്ടിക്കൂട്ടിയ ചെറ്റത്തരത്തിന്റെ പേരില് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അച്ഛന്റെ സമ്പാദ്യം മാത്രമല്ല, അച്ഛന്റെ ജീവനും കൂടിയാ. അങ്ങനെ ഗതികെട്ടപ്പോഴാ ചന്ദ്രൻ കടല് കടന്നത് കാശുണ്ടാക്കാൻ. എന്റെ അച്ഛനോട് നിന്റെ അപ്പൻ ചെയ്തതിന്റെ കണക്ക് തീർക്കാൻ അന്ന് ആ തറവാട്ടിലോട്ട് കയറി വരാൻ ചന്ദ്രന് കരുത്തുണ്ടായിരുന്നില്ല. ഇന്ന് കരുത്തുകൊണ്ട് കൈനിറയെ കാശുണ്ട്. ഈ കാണുന്ന കയറും കള്ള പലിശയും വെച്ച് ഇനി ചന്ദ്രനോട് ഉശിര് കാണിക്കാൻ വന്നാൽ അപ്പനെ മോനെ കൂട്ടിക്കെട്ടെ കൊണ്ട് ഉഷാറാക്കും ഞാൻ. മനസ്സിലാടാ? ഇങ്ങനെയുള്ളവര് ധാരാളമുണ്ട് നമ്മുടെ നാട്ടില്. അധ്വാനിച്ച് നാല് കാശുണ്ടാക്കിയാൽ കണ്ണേടിയാ. അസൂയ മൂത്ത് മഞ്ഞപ്പിത്തം വന്നതാ ആ അപ്പനും മോനും. ഇത്രയും കാലം അസൂയക്ക് മരുന്നില്ലായിരുന്നു. ഇന്നലെ ഈ അളിയൻ അതിനൊരു മരുന്ന് കണ്ടെത്തി. അതെന്താണാവോ? കണ്ണടച്ചങ്ങ് പെരുമാറുക, അത്ര തന്നെ. വാ മോളെ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള മരുന്നുകൾ നല്ലതാ. വാ മോളെ. ഇതാണ് എന്റെ മോൾ നിർമ്മല. കാര്യങ്ങളൊക്കെ അമ്മാവൻ പറഞ്ഞു കാണുമല്ലോ. ആ നിർമ്മല. ഏട്ടാ, ഞാൻ തന്നെ നോക്കിയാ മതിയാ? വേണ്ട, ഞാൻ നോക്കിയാ മതി. ഭാവിയിൽ ഏട്ടത്തിയമ്മയാകാൻ പോകുന്ന ഒരാളെ നീ നോക്കുന്നത് ശരിയല്ല. അപ്പൊ ഇതാണത്. ഏത്? ഏട്ടത്തിയമ്മ. ഷുവർ? 101%. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ട്. അപ്പൊ എങ്ങനെയാളിയാ ഭാവി പരിപാടികൾ? ഇവർക്ക് ഇഷ്ടമാണെങ്കിൽ അധികം വൈകാതെ കല്യാണം. എന്താ ഇവിടെ നിക്കണേ? ഉറങ്ങണില്ലേ? ഉറക്കം വരണില്ല. എന്റെ കുട്ടിക്ക് ഒരു കുടുംബം ഉണ്ടായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളല്ലേ? സന്തോഷം കൊണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞ എന്താ പറയാ? ഇല്ല, തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. കണ്ടിഷ്ടാവുകയാണെങ്കിൽ പറയാന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, ജാതകപ്പൊരുത്തവും പ്രായവ്യത്യാസവും മാത്രല്ലല്ലോ. അവന്റെ സമ്പാദ്യത്തിനും സൗന്ദര്യത്തിനും യോജിച്ചൊരു പെണ്ണ് തന്നെ വേണ്ടേ? എല്ലാം കൂടെ ഒത്തു വന്നപ്പോ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇഷ്ടായ സ്ഥിതിക്ക് ഇനി അത് പറയാതിരുന്ന അതൊരു തെറ്റായി പോകും. തെറ്റോ? ആ കുട്ടിയെ ഒരിക്കൽ കല്യാണം കഴിപ്പിച്ചയച്ചു. ഇല്ല, അധികം കാലമൊന്നുമില്ല, വെറും 4 ദിവസം. ഭർത്താവ് മരിച്ചു, ആക്സിഡന്റ് ആയിരുന്നു. എന്തൊക്കെയായി പറയണേ? എങ്ങനെ തോന്നി എന്റെ കുട്ടിയോട് ചെയ്യാൻ? പറയാറുന്നില്ലേ?
എല്ലാരും കൂടി വേഷം കെട്ടിച്ചല്ലോ എന്റെ കുട്ടിയെ. ഇല്ല, അങ്ങനെ ഞാൻ അവനെ വേഷം കെട്ടിക്കുന്നു തോന്നുന്നുണ്ടോ? ഈശ്വരനെ പ്രാർത്ഥിച്ച് രാവും പകലും ഇല്ലാതെ അന്വേഷിച്ചത്, പക്ഷെ കിട്ടണ്ടേ. എന്ന് കരുതി ഒരിക്കൽ കല്യാണം കഴിപ്പിച്ച ഒരു പെണ്ണിനെ എങ്ങനെ തോന്നി? എല്ലാവരുടെയും കടവും ബാധ്യതയും തീർക്കാൻ നാട് വിട്ടു പോയതാ എന്റെ കുട്ടി. അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ച നശിച്ചു പോയി ഈ കുടുംബം. ലക്ഷ്മി, ഞാൻ വേണ്ട, അത്രയ്ക്ക് മോശക്കാരനൊന്നുമല്ല എന്റെ കുട്ടി. ഞാൻ പറഞ്ഞോളാം അവനോട്. ഇപ്പോഴത്തെ കാലത്ത് ഒരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ ചെലവ്? കയ്യില് കാശുള്ള കാര്യം നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യാം. എന്തായാലും ദേഹണ്ണത്തിന്റെ ഉത്തരവാദിത്തം കുഞ്ഞിക്കണ്ണേട്ടനെ ഏൽപ്പിക്കാം. ഇപ്പോഴേ കാര്യങ്ങളൊക്കെ ഉഷാറാവും. കാര്യം ആ വല്യച്ഛന്റെ പൊന്നമ്പിളി ഉറങ്ങിയില്ല. എന്തിനാ വല്യച്ഛയുടെ ഒറ്റയ്ക്ക് വർത്താനം പറയുന്നേ? അതോ, വല്യച്ഛൻ ഒരുപാട് കാലം അക്കരെ പോയി ഒറ്റയ്ക്കല്ലേ താമസിച്ച്. അന്നാരുമില്ലാതെ മുറിയിൽ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ ചുവര് നോക്കി വർത്താനം പറയും, ഒരു മനസമാധാനത്തിന്. പിന്നെ അതങ്ങനെ ഒരു ശീലമായിപ്പോയി. മോള് കിടന്നുറങ്ങിക്കോ കേട്ടോ. ആ, ആരാ ഇത്? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. വേറൊന്നുമല്ല, ഈ ദേഹണ്ണത്തിന്റെ കാര്യം കുഞ്ഞിക്കണ്ണേട്ടനെ ഏൽപ്പിക്കാം. അച്ഛന്റെ കാലത്തുള്ള ഒരാളല്ലേ, അത് അച്ഛന് സന്തോഷാവും. വേണ്ട, ആരെയും സന്തോഷിപ്പിക്കണ്ട എന്റെ കുട്ടി. അമ്മയോട് പോലും പറഞ്ഞില്ല അമ്മാവൻ. ഈ കല്യാണം നമുക്ക് വേണ്ട. കല്യാണം വേണ്ടാന്നോ? എന്ത് പറ്റി അമ്മേ? വേണ്ടെന്ന് തന്നെയാ. 4 ദിവസമായാലും 40 ദിവസമായാലും ഒരാള് കെട്ടിയ പെണ്ണിനെ എന്റെ കുട്ടിക്ക് വേണ്ട. അങ്ങനെ 2ാം കെട്ടിന് ആളാവാൻ അത്രയ്ക്ക് മോശക്കാരനൊന്നും അല്ല നീ. കള്ളം പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് വേഷം കെട്ടിച്ചു അമ്മ അല്ലേ? എന്നും ഈ കണ്ണീര് കണ്ടിട്ടല്ലേ നീ പടിയിറങ്ങാറുള്ളൂ? അതേ കണ്ണീരോടെ പറയുക അമ്മ. പൊയ്ക്കോ, തിരിച്ചു പൊയ്ക്കോ എന്റെ കുട്ടി. യോഗം ഉണ്ടെങ്കിൽ ഈശ്വരൻ കൊണ്ട് തരും. ഇതാ തുടങ്ങി കരയാൻ. വേണ്ടെങ്കിൽ വേണ്ടമ്മേ, എല്ലാവർക്കും സന്തോഷമാവണത് മതി എനിക്ക്. അതല്ലെങ്കിലും ഈ കല്യാണത്തിലൊന്നും വലിയ കാര്യമല്ലമ്മേ. വാജ്പേയി കല്യാണം കഴിച്ചിട്ടാ ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചത്. പിന്നെ അമ്മ പറഞ്ഞ പോലെ യോഗ ഉണ്ടെങ്കിൽ ഈശ്വരൻ കൊണ്ട് തരും. എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ പോവാ. ഞാൻ നാളെ തന്നെ തിരിച്ചു പോവാ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് എന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് കുട്ടികൾ ചോദിച്ചാല് അബുദാബിന്ന് ഷെയ്ഖിന്റെ വിളി വന്നു എന്ന് ഞാൻ കള്ളം പറഞ്ഞോളാം. ബാഗൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. കുറ്റിച്ചിറ സുലൈമാന്റെ പ്രവചനം ഫലിച്ചു. എന്തായിരുന്നു ഈ വരവിൽ കേരളക്കരയിൽ സംഭവിക്കാൻ പോകുന്ന 2 മഹാത്ഭുതങ്ങൾ? നീ നിന്റെ ബാപ്പയെ കണ്ടുമുട്ടുന്നു, ഞാനൊരു പെണ്ണ് കെട്ടുന്നു. 2 നടന്നു. ഇനി പോവാ. ഇതെന്താ ആരും ഒരുങ്ങാത്തത്? 10:30 മണിക്കാ ഫ്ലൈറ്റ്. വരുമ്പോഴും പോകുമ്പോഴും അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ വേണമെന്ന് പറയണതല്ലേ ഞാൻ. ഇത്രയും കാലമായിട്ട് അത് പിന്നെയും പറയണം. വന്ന് കയറിയപ്പോ മുതലേ ഇതിലേക്കായിരുന്നല്ലോ നിന്റെ നോട്ടം. 1.5 ലക്ഷം രൂപ വില വരും. ഇനി ഇത് വിറ്റ് പാർട്ടി ഉണ്ടാക്കണ്ട. എന്താടാ കരയുന്നത്? ഈ വരവിലെങ്കിലും ഏട്ടനൊരു സഹിക്കാൻ പറ്റുന്നില്ല. ഇതാ ഉള്ള കുഴപ്പം. എല്ലാവരും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാൻ ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പോണത്. ഒന്നും സാരമില്ല. എന്റെ കുട്ടി പറഞ്ഞ പോലെ എനിക്കൊരാളെ ഈശ്വരൻ കൊണ്ടു തരും. മൈ മോനന്തി പൂമുഖത്തിരിപ്പുണ്ട്. ഞാൻ ഇറങ്ങായി. 10-22 വർഷം മുമ്പ് ഞാൻ ഈ പടിയിറങ്ങുമ്പോ നന്നായി വരട്ടെ ഈശ്വര എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച അമ്മാവന് ഇന്നിപ്പോ എന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും. ചന്ദ്ര, മക്കളില്ലാത്ത എനിക്ക് നീയൊരു മോന. കരുതി കൂട്ടി മറച്ചു വെച്ചതല്ല. തെറ്റായി പോയെങ്കിൽ പൊറുക്കണം.
എന്താ ഇത്? അമ്മാവൻ എന്റെ മുമ്പിൽ നിന്ന് കണ്ണു നിറക്കി. ഏയ്, അതല്ലെങ്കിൽ ആരാ ഇപ്പൊ ഇവിടെ തെറ്റിയത്? അക്ഷരം പഠിക്കണ കുട്ടികളുടെ മുന്നിൽ ഇല്ലാതായി പോയി എന്ന് തോന്നിയപ്പോ ആ സ്കൂളിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിച്ച അച്ഛന്, അങ്ങനെ ഗതികേടിലായിപ്പോയ ഈ കുടുംബത്തിന് കരകയറാൻ കടം വാങ്ങിയിട്ടാണെങ്കിലും കാശ് കൊണ്ടു തന്ന് കപ്പൽ കയറാൻ എന്നെ നിർബന്ധിച്ച ഈ അമ്മാവനോ? ആരാ തെറ്റിയത്? അതോ ഈശ്വരനോ? ആദ്യം പോയ കടം വീട്ടാൻ 5-8 കൊല്ലം കഷ്ടപ്പെടേണ്ടി വന്നു. തിരിച്ചു വരുമ്പോ കണക്കൂട്ടിയിരുന്നു ഒരു കല്യാണം. അപ്പതാ ഇവന് തറവാട്ടി പറഞ്ഞ ഒരു പെണ്ണിനോട് പ്രേമം. അതിന്റെ പേര് തല്ലും വഴക്കും ഒക്കെ ആയപ്പോ സഹിച്ചില്ല, അതങ്ങോട്ട് നടത്തി. അടുത്ത വരവിന് ഇവന്റെയും എന്റെയും കല്യാണം ഒരുമിച്ച് ഒരു പന്തലി വെച്ച്. അതെല്ലാവർക്കും ഒരു സന്തോഷമാവുമല്ലോ എന്ന് കരുതി. പക്ഷെ അന്വേഷിച്ചു വന്നപ്പോ ഒത്തത് ഇവന്, എനിക്കൊട്ട് ഒത്തതുമില്ല. ഉടനെ ചെല്ലെന്ന് പറഞ്ഞ അബുദാബിന്ന് വിളിയും. ഓരോന്നിനും ഓരോ ഇന്നതുണ്ട്, അത്ര തന്നെ. പിന്നെ ഇപ്പോ എനിക്ക് കുട്ടികളും കുടുംബവും ഇല്ല എന്നുള്ള പേരിലാണ് ഈ സങ്കടം എന്ന് വെച്ചാൽ അത് വേണ്ട. ഈ കാണുന്നൊക്കെ എന്റെ കുട്ടികളാ, അല്ലടാ മക്കളെ? കണ്ടില്ലടാ, ഈ വല്യച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവർക്ക് ഈ തന്തമാരൊക്കെ. പിന്നിപ്പോ അമ്മയ്ക്ക് ഊണിലും ഉറക്കത്തിലും എന്റെ കുട്ടിയെന്ന് സ്വാതന്ത്ര്യത്തോടെ പറയാൻ ഒരാൾ വേണ്ട ഈ കുടുംബത്തില്. ഇവരെ ഒന്നും അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ, ഇവരൊക്കെ അച്ഛന്മാരായി പോയില്ലേ, അല്ലേ അമ്മ? സങ്കടപ്പെട്ട് എല്ലാരും കൂടെ എന്റെ കൂടെ വരണ്ട. ശിവ, നീ വണ്ടി എടുക്ക. ചന്ദ്ര, ഓ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. വാ പൊളിച്ച് നിൽക്കാതെ വണ്ടിയിലോട്ട് കയറടാ കുറ്റിച്ചറ സുലൈമാനെ. ശിവ, ഒന്നിനും ഒരു കുറവും വരരുത്. എന്നാലോ ആരെങ്കിലും കയറി വന്ന് കണ്ട അഹങ്കാരമായി തോന്നുകയും ചെയ്തു. എന്തോന്നാ ഞാൻ പറയുന്നത്? നിന്റെ വീട് പണിയുടെ കാര്യ. പിന്നെ ഇടം മലയാള ഭാഷയില് ആ കൂടാതെ വേറെ അക്ഷരങ്ങളുണ്ട്. നീ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. ബാക്കിയുള്ളവരുടെയൊക്കെ നാവിറങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി ഈ സുന്ദരി കുട്ടിയാ നല്ലത്. കമ്പനിക്ക് എന്തെങ്കിലും പറ, പാട് പാട്. ഇനി തുടങ്ങി ബ്ലോക്ക്. ഈ നാട് എന്നാണാവോ നന്നാവുക? ഫ്ലൈറ്റ് പോവോ? ആ വണ്ടിയുടെ പുറകെ, ആ യെല്ലോ സെന്റിന്റെ പുറകെ ഇവിടെ. ചന്തേട്ടാ ഫ്ലൈറ്റ് ഒക്കെ പിന്നെ ഞാൻ പറയുന്നേക്കാം. ആ വണ്ടിയുടെ പുറകെ ഇവിടെ വിടാൻ. ഇവിടെ ഇങ്ങനെ ഉരുട്ടി കളിക്കാതെ ചവിട്ടി വിടെ. ചേട്ടാ ഇത് വലിയ വണ്ടി അടിച്ചു വിടറാ. എന്റെ ശിവ ഒന്ന് വിട് ശിവ. എന്റെ ഈശ്വര, ഇതൊന്നും പരീക്ഷ കണ്ട. ആ സുമോക്കാരന്റെ തിരിക്കലുണ്ടോ? ശിവ ഒന്ന് വിടറാ. പോയില്ലേ? എനിക്കറിയാൻ പോകുന്നു. എല്ലാം പോയില്ലേ? ചേട്ടാ ആര് പോയി? ഒന്നും പറയണ്ട. പറഞ്ഞ അനുസരിക്കാൻ പഠിക്കണം. അപ്പൊ ഓരോ ന്യായങ്ങൾ, വലിയ വണ്ടി ചെറിയ വണ്ടി, അതുകൊണ്ട് എന്താ ഉണ്ടായത്? പോയില്ലേ?
ഒന്നിനെ കൊണ്ട് ഒരു ഗുണമില്ലാന്ന് വെച്ചാ ചന്ദ്രേട്ടവൻ മാക്സിമം സ്പീഡിൽ മാക്സിമം മിനിമം എനിക്കൊന്നും കേക്കണ്ട. നശിപ്പിച്ചു കളഞ്ഞു അത്ര തന്നെ.